നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാജിക് മഷ്റൂം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് RX സീരീസിന് RX100, RX135 4 and 5 സ്പീഡ്, RX-Z അതിൻ്റെ 4 and 5 സ്പീഡ്. അപ്പോൾ ഇതിന് പറ്റിയ ഹാൻഡിൽ ബാർ ഏതാണെന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ചർച്ച അത്യന്താപേക്ഷിതമാണ് മലയാളത്തിലെന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്തും സ്വന്തം ജീവനെ പോലെ RX വെഹിക്കിൾസിനെ കരുതിക്കൊണ്ട് അതിനെ പരിപാലിക്കുകയും അത്രത്തോളം സുന്ദരമായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന 5 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന് കേരളമാണ്, മറ്റൊന്ന് തമിഴ്നാടും, പിന്നെ കർണാടക, ആന്ധ്രാപ്രദേശ്, അഞ്ചാമതായിട്ട് പഞ്ചാബ്. ഈ 5 സംസ്ഥാനങ്ങളാണ് നമ്മുടെ RX സീരീസ് വാഹനങ്ങൾ അത്രത്തോളം പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത്. മറ്റുള്ളിടത്ത് ഇല്ല എന്നല്ല, മറ്റുള്ളിടത്തുണ്ട്. പക്ഷേ അവരൊരു പേരിന് വേണ്ടി പറഞ്ഞ കണക്ക് പിന്നെ വെൽഡ് ചെയ്തും അതും ഇതും വെച്ച് കെട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇന്നും ഓടിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇതിന് പറ്റിയ ഹാൻഡിൽ ബാർ ഏതാണെന്നുള്ളത്. അതിന് കാരണമെന്ന് പറഞ്ഞാല് 86 ഇറങ്ങിയ കാലം മുതൽ RX സീരീസ് അടക്കം അന്നത്തെ എല്ലാ വാഹനങ്ങളും കമ്മ്യൂട്ടർ വെഹിക്കിളിൽ സെഗ്മെന്റിൽ വരുന്നതാണ്. അപ്പൊ ഈ കമ്മ്യൂട്ടർ വെഹിക്കിൾ സെഗ്മെന്റിൽ ഉള്ള ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എപ്പോഴും വീതി കുറഞ്ഞത്, ഹൈറ്റ് കൂടിയത്, സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് ഏകദേശം ഒരു 90 ഡിഗ്രിയിൽ മുകളിലേക്ക് പോയി അവിടുന്ന് എർത്ത് പാരലായിട്ട് വന്നുകൊണ്ട്. അപ്പൊ ഈ ഒരു അതായത് ഒരു സ്മാൾ ഫാമിലിക്ക് വേണ്ടി, ഭാര്യയ്ക്കും ഭർത്താവും ഒരു കുഞ്ഞിനും വേണ്ടി, അല്ലെങ്കിൽ 2 കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ബൈക്കായിരുന്നു. അപ്പോൾ അത് ഓഫീസ് യൂസിന് യൂസ് ചെയ്യുന്നു. അങ്ങനെ എപ്പോഴും ഫാമിലി യൂസിന് വേണ്ടി മാത്രം. അന്നത്തെ കാലത്ത് അതല്ലാതെ ഡ്യുവൽ പർപ്പസ് എന്നൊന്നും പറഞ്ഞൊരു സംഭവത്തിനെ കുറിച്ച് ഇന്ത്യക്കാർ ചിന്തിച്ചിട്ട് പോലും ഇല്ല. 86 ടൂറിങ്ങും മാപ്പിങ്ങും ഈ പറഞ്ഞതുപോലെ ഓഫ് റോഡ് റൈഡിങ്ങും ഇതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ അന്നത്തെ കാലത്തെ എല്ലാ വാഹനങ്ങളും ഈ ഹാൻഡിൽ ബാർ ഉള്ളത് തന്നെ ആയിരുന്നു. അത് പിന്നീട് ഇങ്ങോട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ബോക്സർ ആവട്ടെ, പ്ലാറ്റിന ആവട്ടെ, ഈവൻ ഇപ്പോഴും സ്പ്ലെൻഡറിനകത്ത് പോലും അത് ആ ഹാൻഡിൽ ബാർ തന്നെയാണ്, ഈ കമ്പ്യൂട്ടർ വെഹിക്കിൾ ഹാൻഡിൽ ബാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് ഈ 5 സംസ്ഥാനങ്ങളിലും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന 5 ഹാൻഡിൽ ബാറുകളാണ്. ഒന്ന് സ്റ്റോക്ക് ഹാൻഡിൽ ബാർ തന്നെ, അതിനെക്കുറിച്ച് അതിൻ്റേത്. രണ്ടാമതായിട്ട് ചർച്ച ചെയ്യുന്നത് കേരള സ്റ്റൈൽ ഹാൻഡിൽ ബാർ എന്നറിയപ്പെടുന്ന ക്രോസ് ബാർ ഷോർട്ട് ഹാൻഡിൽ. മൂന്നാമതായിട്ട് ചർച്ച ചെയ്യുന്നത് വിശ്വപ്രസിദ്ധമായ RD350 ഹാൻഡിൽ ബാർ. നാലാമതായിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ട് മാർക്കറ്റിൽ ശ്രദ്ധേയമായി RXENs ധാരാളം ഉപയോഗിക്കുന്ന ഈ ആൾട്ടേർഡ് സ്പ്ലെൻഡർ ഹാൻഡിൽ ബാർ എന്നും പറയാറുണ്ട്. ഐ വിൽ ഷോ യു, നോ പ്രോബ്ലം. അപ്പോ അത് 4 എണ്ണം. പിന്നെ ഒന്ന് ഷോഗണിന്റെ ഹാൻഡിൽ ബാർ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പിന്നെ RXന്റെ സ്റ്റോക്ക് ഹാൻഡിൽ ബാറിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞു. അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്ന് യൂസ് ചെയ്യുന്നത് വാഹനം സ്റ്റോക്കായിട്ട് തന്നെ കൊണ്ട് നടക്കണം, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സ്റ്റോക്ക് ഹാൻഡ് ബാറിൽ കൊണ്ടു നടക്കാറുണ്ട്. അതല്ലെങ്കിൽ MBDയുടെ ടെസ്റ്റിന്, ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ടി സ്റ്റോക്ക് ഹാൻഡിൽ ബാർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു, ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റി കുറവാണ്. അതേപോലെ എബോവ് 40 കിലോമീറ്റർ അല്ലെങ്കിൽ 45 കിലോമീറ്റർ മാക്സിമം, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ വണ്ടിയിൽ സേഫ്റ്റി ഒട്ടുമില്ല. അപ്പൊ നമ്മളൊരു ഹാൻഡിൽ ബാർ നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നോക്കും: സേഫ്റ്റി, സെക്യൂരിറ്റി, കൺവീനിയൻസ്, ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റി, എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ പെർഫോമൻസ് വരുമ്പോൾ ഇപ്പോ RXന്റെ സ്റ്റോക്ക് ഹാൻഡിൽ ബാറിന് ഇതാണ് RXന്റെ സ്റ്റോക്ക് ഹാൻഡിൽ ബാർ. ഇത് ഒറിജിനൽ ഞാൻ ഇവിടുന്ന് യമഹയുടെ ഷോറൂമിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇതിന്റെ ഒരു പ്രശ്നം കണ്ടില്ലേ, ഈ പിന്നെ വെർട്ടിക്കലായിട്ട് പോകുന്നത് എറൗണ്ട് 90 ഡിഗ്രിയിൽ മുകളിലേക്ക് പോകുന്നു, പിന്നെ ഇങ്ങനെ ആവുന്നു. അപ്പൊ ഇത് ഓക്കെ, ഒരു സ്മാൾ ഫാമിലിക്ക് ഉള്ള റൈഡിന് ബെസ്റ്റാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇത് 10ൽ 5 മാർക്കേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, 5 ഔട്ട് ഓഫ് 10. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് കേരള സ്റ്റൈൽ ക്രോസ് ബാർ ഹാൻഡിൽ അല്ലെങ്കിൽ ഷോർട്ട് ബാർ ഹാൻഡിൽ എന്ന് പറയുന്ന ആ സംഭവം ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. വിട്ടിനകത്ത് ഒരേപോലെ വിട്ട് തന്നെ, വാഹനത്തിന് ആനുപാതികമായിട്ട് തന്നെ നിൽക്കുന്ന വിട്ടും
ആ ഹൈറ്റും തന്നെ ഇപ്പൊ ഈ കാണിച്ച ഹൈറ്റും തന്നെയാണ്. ഇതിനൊരു ക്രോസ് ബാറും കൂടെ ഉണ്ട്. പിന്നെ അത് പെയിന്റഡ് ആയിട്ട് കിട്ടും, വൈറ്റ്, റെഡ്, ബ്ലൂ ഇങ്ങനെ പെയിന്റഡ് ആയിട്ട് കിട്ടും, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അതും അതിന് ഒരു 10-ൽ 6 മാർക്ക് കൊടുക്കുക, 6 ഔട്ട് ഓഫ് 10. അപ്പൊ അല്ലാതെ എടുത്തു പറയാൻ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ സ്റ്റോക്കിന്റെ തന്നെയാണ്. പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്ത് പേരും പെരുമയും എടുത്ത സ്പ്ലെൻഡറിന്റെ ആൾട്ടേഡ് ഹാൻഡിലാണ്. ഇതാണ് സ്പ്ലെൻഡറിന്റെ ആൾട്ടേഡ് ഹാൻഡിൽ. അപ്പൊ നിങ്ങൾ നോക്കുമായിരിക്കും ഇതിനെന്താ വ്യത്യാസം. ഇതിനും വലിയ വ്യത്യാസമൊന്നുമില്ല സ്റ്റോക്ക് ഹാൻഡിൽ ബാറുമായിട്ട്. ഇതിന്റെയും പ്രശ്നമെന്ന് പറഞ്ഞാല് കണ്ടതാ, ഈ വെർട്ടിക്കൽ എന്നുള്ളത് 90 ഡിഗ്രി എന്നുള്ളത് മാറി അറൗണ്ട് ഒരു 75 ഡിഗ്രി വരുന്നുണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തില് ഈ ഒരു 65-ലെങ്കിലും എത്തിയാലേ അതിന് ഒരു റൈഡിങ് കംഫർട്ട് കിട്ടത്തുള്ളൂ. അപ്പോ ഇത് ഇത്രയും കിട്ടുന്നുണ്ട്. പിന്നെ എന്നാൽ പോലും ഒക്കെ തമ്മിൽ ഭേദം എന്നുള്ള നിലയിൽ ഇപ്പൊ ഇത് ധാരാളം വിൽക്കുന്നുണ്ട്, ക്രോമുമാണ്. അപ്പൊ ധാരാളം വിൽക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് നല്ല റൈഡിങ് കംഫർട്ടാണ്. കാര്യം RD350യുടെ അത്രയും വലിപ്പമില്ല, RD350യെക്കാട്ടി അത്യാവശ്യം സെയിം പൊസിഷനിൽ തന്നെ വരുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു 8 മാർക്ക് കൊടുക്കാം, 10-ൽ 8 മാർക്ക്. RD350യുടെ പ്രശ്നം നിങ്ങൾക്കറിയാലോ. RD350 വളരെ നല്ല ഹാൻഡിൽ ബാറാണ്. ഒരുമാതിരിപ്പെട്ടവരെല്ലാം വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് 350യുടെ ഹാൻഡിൽ ബാർ. ഈ റേസ് ഡിറൈവ്ഡ് എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലത്ത് ഇറങ്ങിയതാണ് റേസ് ഡിറൈവ്ഡ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ 100-ലോ 135-ലോ RX-Z-ലോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് വാഹനത്തിനെക്കാട്ടി വളരെ വിട്ട് കൂടുതലാണ്. അപ്പോ ഓക്കെ, അത്യാവശ്യം ലോങ് റൈഡിനും എല്ലാത്തിനും സുഖം തന്നെയാണ്, കൺവീനിയന്റ് ആണ്, കംഫർട്ടബിൾ ആണ്, അതൊക്കെ സമ്മതിക്കാം. പക്ഷെ ഇതിനൊരു പ്രശ്നമുള്ളത്, ഡീമെറിറ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സിറ്റി ഡ്രൈവില്, ബമ്പർ ടു ബമ്പർ ഡ്രൈവിംഗ് അല്ലെ സൈഡ് ടു സൈഡ് ഡ്രൈവിങ്ങില് ഇത് പിന്നെ തട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ എഡ്ജ് അല്ലെങ്കിൽ പിന്നെ എഡ്ജ് കട്ട് ചെയ്ത് കളയണം രണ്ട് സൈഡിൽ നിന്നും. ഈ എഡ്ജ് അടുത്തുള്ള ഹെവി വെഹിക്കിളിൽ ഇപ്പൊ ബസ്സിലോ ലോറിയിലോ തട്ടിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. ജീവന്റെ വിലയായി അവിടെ, വണ്ടിയിൽ നമ്മളും അങ്ങ് അടിയിൽ പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. അപ്പോ ഈ അതിന്റെ പൊസിഷനും ഒക്കെ ഞാൻ ഇൻസെറ്റിൽ കാണിക്കുന്നുണ്ട്. ആ പൊസിഷൻ അത്രയും ചെറിയ രീതിയിലാണ്. അപ്പൊ അത്രയും പിന്നെ ഈ ഹോറിസോണ്ടലായിട്ടാണ് വരുന്നത്. വെർട്ടിക്കൽ പൈപ്പ് ഹോറിസോണ്ടൽ ലെവലിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റൈഡിങ് കംഫർട്ട് നല്ലപോലെ കിട്ടും. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം ഇതാണ്. ഓക്കെ, അപ്പോ അതിന് ഒരു 10-ൽ പിന്നെ 8.5 മാർക്ക് കൊടുക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എല്ലാം കൊണ്ടും തികഞ്ഞ രീതിയിൽ വരാവുന്ന ഒരു സംഭവമാണ്. ഇപ്പോ ഒട്ടുമിക്ക സ്റ്റേറ്റിലും യൂസ് ചെയ്യുന്നതും ഒട്ടുമിക്ക സ്റ്റേറ്റുകാർ എടുത്തു പറയുന്നത് ഇപ്പൊ ഷോഗണിന്റെ ഹാൻഡിൽ ബാറാണ്. അങ്ങനെ ഞാനും ഒരെണ്ണം മേടിച്ചു. സംഭവം സത്യമാണ്. ഈ RD350യുടെ ഹാൻഡിൽ ബാർ തന്നെ ഈ ഒരു മൈനസ് പോയിന്റ് കുറച്ചുകൊണ്ടുള്ളതാണ് ഷോഗണിന്റെ, യഥാർത്ഥത്തിൽ സുസുക്കി ഷോഗണിന്റെ, ഷാവലിന്റെ ഈ സമുറായുടെ ഒന്നുമല്ല കേട്ടോ, ഷോഗണിന്റെ ഹാൻഡിൽ ബാർ ബ്ലാക്ക് കളറിൽ വരുന്ന. അപ്പൊ അത് ഈ ഒരു മൈനസ് പോയിന്റ് ഇല്ലാന്ന്, RD350യുടെ മൈനസ് പോയിന്റ് ഇല്ലെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ ഒരു 9.5 മാർക്ക് കിട്ടും. അപ്പൊ അത് തീർച്ചയായിട്ടും നൽകും. അപ്പൊ